നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കൊല്ലം ജില്ലയിൽ അമൃതകുളം വില്ലേജിൽ മുണ്ടയ്ക്കൽ 45-ാം വാർഡിൽ പുതുവൽ പുരയിടത്തിൽ പരേതനായ ജോൺസൺ ജെയിൻ ദമ്പതികളുടെ മകൻ ഫ്രാൻസിസിന്റെ ഭാര്യ സ്റ്റെല്ല ഫ്രാൻസിസ്. ഇവർ ഹൃദയസംബന്ധമായ അസുഖവും പ്രമേഹവും മൂലം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഭർത്താവ് ഫ്രാൻസിസും ഇതുപോലെ തന്നെ ശ്വാസമുട്ടലും പ്രമേഹവും മൂലം കഷ്ടത അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ പേര് സ്റ്റെല്ല ഫ്രാൻസിസ്. എനിക്ക് 40-ാമത്തെ വയസ്സിൽ അസുഖം വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അറ്റാക്ക് സ്ട്രോക്കൊക്കെ വന്നു. എനിക്ക് പിന്നെ ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് മരുന്നിന് വേണ്ടി. ഇപ്പം അങ്ങോട്ടുള്ള മരുന്നിന് വേണ്ടി വാങ്ങിക്കാനൊന്നും ഒരു നിവർത്തിയിൽ ഒരുപാട് വയ്യാതൊക്കെ ഇരിക്കുവാന്ന്. പിന്നെ വീടെല്ലാം കടൽ കൊണ്ടുപോയി. ഇപ്പം ഇത് 3-ാമത്തെ വർഷമാണ്. അപ്പം മക്കൾ വേറെ ഒരിടത്താന്ന്, ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾക്ക് ഒരുപാട് 2 പേർക്കും വയ്യായ്മയുണ്ട്. ഒന്ന് ആശുപത്രിയിൽ പോകാൻ പോലും നിവർത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ്. മക്കൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ എന്തെങ്കിലും ചില്ലറ തരും ഞങ്ങൾക്ക്. അതൊന്നും ഞങ്ങൾക്ക് തികയത്തില്ല മരുന്നിന് വേണ്ടി. പിന്നെ വീട് കടൽ കൊണ്ടുപോയി സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിൽ അവരെടുത്തു തരുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുവാന്ന്. അവർ ഒരു വീട് പോയി കണ്ടിട്ട്, ഒരുപാട് വീട് കണ്ടു. എന്നിട്ട് ലാസ്റ്റ് ഒരു വീട് കണ്ടിട്ട് 8.25 തരത്തുള്ളൂ. അവർ പിന്നെ അത് 15 രൂപയ്ക്ക് കൊടുക്കാനിരിക്കുക. പിന്നെ 10, 40, 30 കൊടുത്ത ആൾക്കാർ വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കൊരു 15 രൂപ കൊടുത്ത് പോലും വാങ്ങിക്കാനുള്ള നിവർത്തിയില്ല. ഞങ്ങൾക്ക് കിടക്കാൻ ഇടവില്ല. പിന്നെ നമ്മളിങ്ങനെയാണ് കിടക്കുന്നത്. 2500 വാടകയും കറണ്ട് ചാർജ് എല്ലാം കൂടെ ആവും. അങ്ങോട്ടുള്ള ഒന്നിനും നിവർത്തിയില്ലാത്തൊരു ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് ചെയ്യാൻ വയ്യ. ഒരു വീട്ടുവേലയ്ക്ക് പോവുമായിരുന്നു, അതുപോലും ചെയ്യാൻ വയ്യ. അപ്പം അങ്ങനെ ഒരുപാട് വയ്യായ്മയുണ്ട്. സ്റ്റെല്ലയ്ക്ക് 40-ാം വയസ്സിൽ തുടങ്ങിയ അസുഖമാണ്. ഇപ്പോൾ 22 വർഷമായി രോഗം തുടങ്ങിയിട്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഇവർക്ക് 3 ആൺമക്കളാണുള്ളത്. അതിൽ ഒരാൾ വികലാംഗനാണ്. ഇവരുടെ വീട് കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു വാടക വീട്ടിലെ ഒറ്റമുറിയിലാണ് താമസം. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ജോലിക്ക് വന്ന വീട്ടിൽ വെച്ചിട്ട് നെഞ്ചുവേദന വന്നു. അപ്പം ഞാൻ 2 വീട്ടിൽ, ഒരു വീട്ടിൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പിന്നെ പറഞ്ഞ്, അല്ലെങ്കിൽ നീ ജോലി ചെയ്യാനൊക്കത്തില്ല. അവിടെ അവരെല്ലാം ലൈല എന്ന് തുടങ്ങി. എൻ്റെ പേര് സ്റ്റെല്ലാന്ന്. അപ്പോൾ ജോലി ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മരുന്ന് വാങ്ങിയിട്ട് പോയി, നീ ജോലിയൊന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ആ വീട്ടുകാരിച്ച് പൈസയൊക്കെ ഒന്ന് സഹായിച്ച് അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് പിന്നെ അങ്ങനെ കഴിയുമായിരുന്നു. വർഷത്തിൽ 3 വട്ടം ആശുപത്രിയിൽ കയറും. നല്ല ചിലവാണ്. അല്ല ഞങ്ങൾ വീടൊക്കെ വാങ്ങിച്ചേനെ. പക്ഷെ എൻ്റെ രോഗം മുഖേന ഞങ്ങളിങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടു. ഞങ്ങൾ മുഖേന ഞങ്ങളെ മക്കളും കൂടെ കിടന്ന് കഷ്ടപ്പെട്ടു പോവാം. ഒരുപാട് അസുഖങ്ങളാണ്. പിന്നെ ഇപ്പം 2024 ആയപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ സ്ട്രോക്കും അറ്റാക്ക് എല്ലാം വന്ന് എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നടക്കാൻ വയ്യാതെ അങ്ങനെ ഡോക്ടർമാർ ഐസിയിലൊക്കെ കിടത്തി ചികിത്സിച്ച് അങ്ങനെ അതിനൊക്കെ മരുന്ന് വാങ്ങിച്ച് അങ്ങനെ കഴിയുവാന്ന്. എന്നാലും ഇപ്പോഴും ഒന്നും വയ്യ, ഒരു ജോലി പോലും വീട്ടിൽ ചെയ്യാൻ വയ്യ. അപ്പം പിന്നെ എൻ്റെ ഇടയ്ക്ക് 2018
പിന്നെ ക്യാൻസർ വന്നായിരുന്നു. ക്യാൻസർ വന്നപ്പോഴത്തേക്ക് അതിന് എന്തോ ICU കിടന്നപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ബോധം തെളിഞ്ഞ് ഇപ്പം തെളിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പക്ഷേ അന്നേരം എൻ്റെ ഈശോയൊക്കെ ഞാൻ കണ്ട് എൻ്റെ മുമ്പിൽ വന്നവർ ഒരുപാട് ദൈവം എൻ്റെ അടുത്ത് അടുക്കുന്നുണ്ട്. ദൈവം ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് ഈശോയുടെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്നാലും ഈ വേദനകളൊന്നും മാറുന്നില്ല. പിന്നെ അതേ കണക്ക് തന്നെ 2024 ആയപ്പോഴത്തേക്ക് അറ്റാക്ക് സ്ട്രോക്കും വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഈശോ ഒരുപാട് കാര്യങ്ങൾ എന്നെ വെളിപ്പെടുത്തി. എന്തോ സ്വർഗമാണെന്നോ എനിക്കറിയത്തില്ല. പൂന്തോട്ടവും ഭയങ്കര ഇതെല്ലാം എന്നെ കാണിച്ച്, പിന്നെ വലിയൊരു സ്വർഗം കണക്ക് അവർ 3 പേരും ഉള്ളവരിത് കാണിച്ച്. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഞാൻ അന്നേരം ഈശോയെ ഒന്ന് വിളിച്ച്, എനിക്കിതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടോ ഈശോയെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഈശോ വെളിപ്പെടുത്തിയത് എൻ്റെ അടുത്തെന്ന് പറഞ്ഞ്, യോഹന്നാന്റെ തലയാണ് എൻ്റെ മുമ്പിൽ കാണിക്കുന്നത്. ഒരു തലയെ കാണിച്ചോട്ട് പിന്നെ അങ്ങോട്ട് കാണിക്കാം. ഈശോ ജനനം കാണിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ജനനം കാണിച്ച് അങ്ങനെ 3 രാജാക്കന്മാർ പോകുന്ന നക്ഷത്രം വഴി കാണിക്കുന്നു. അങ്ങനെ എല്ലാം കാണിച്ച് അങ്ങനെ കാണിച്ചിട്ട് അത് അവർ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ബൈബിളായി മാറും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഈശോ അടുത്ത് ചോദിച്ചു, ഈശോയെ എനിക്കിത് കാണാനുള്ള ഒരു ഭാഗ്യമില്ല, ഞാൻ പാപിയാന്ന് ഈശോ. അപ്പം ഈശോ പറഞ്ഞത് ഒരു ത്രാസ് കാണിച്ചു, സ്വർണ്ണ കളർ ത്രാസ് കാണിച്ചിട്ട് അത് താന്നും പൊങ്ങിയും കിടക്കണം. അപ്പം അത് പിന്നെ അത് കറക്റ്റായിക്കൊണ്ട് പറഞ്ഞ് എൻ്റെ പാവങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാസം 2500 രൂപയോളം ഒരാൾക്ക് മാത്രമായി മരുന്നിന് ആവശ്യമുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടുന്ന തുക കൊണ്ടാണ് തൽക്കാലം കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരു മകൻ ചായക്കടയിൽ സഹായിയായി പോകുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ തുക നൽകി ഇവരെ സഹായിക്കുന്നുണ്ട്. തോപ്പിൽ പള്ളിയിൽ നിന്നും 2 വർഷമായി ഇവർക്ക് 2 പൊതിച്ചോറ് നൽകാറുണ്ട്. അതിൽ നിന്നും ഒരു പൊതി പങ്കിട്ട് ഇവർ 2 പേരും ഉച്ചയ്ക്കും മറ്റേ പൊതി കൊണ്ട് അത്താഴവും കഴിക്കുന്നു. എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ താമസം, അയൽക്കാരുമാണ്. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇവരെ നല്ലപോലെ അറിയാം. കടപ്പുറത്ത് വീട് കടൽ കയറി വീടെല്ലാം പോയി, ആരും തിരിഞ്ഞു നോക്കാനോ ആരും സഹായിക്കാനോ ഇല്ലാതെ അവരിവിടെ വാടകയ്ക്ക് കിടക്കുന്നത്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ്. പൈസയോ ചിലവിനുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2 പേരും അസുഖക്കാരുമാണ്. ഇവിടെ പല പ്രാവശ്യവും തല കറങ്ങിയും ഒക്കെ വീണുള്ള ഞാൻ തന്നെ എടുത്തവരെ കൊണ്ട് കിടത്തിയത്, ഹോസ്പിറ്റലിൽ എത്തിച്ചതുമെല്ലാം. വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് ഇവർക്ക് 2 പേർക്കും. അവർ ഒരു ദിവസം കഴിക്കുന്ന ഗുളികകൾ തന്നെ ഒരു കണക്കിൽപ്പെടാത്ത ഗുളികളാണ് അവർ കഴിക്കുന്നത്. അത്രയ്ക്കും അസ്വസ്ഥതയും ഒക്കെ ഉണ്ട്. അവർക്ക് ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാനും പറ്റില്ല. ഇവിടുത്തെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി നടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും തലകറക്കവും ഒക്കെയാണ്. അത് ഞങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുള്ളവരുമാണ് ഞങ്ങൾ. അപ്പോൾ ഇവരെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കണമെന്നൊക്കെ ഇവിടെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളും അതുപോലെ തന്നെ ഗതികെട്ടാണ്. ഞങ്ങളും വാടകയ്ക്കാണ് താമസിക്കുന്ന. വീടൊന്നും സ്വന്തമായിട്ടില്ല. ഇപ്പോൾ കടൽ കയറി എല്ലാം നശിച്ച് നാറാണക്കാലെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സാമ്പത്തികമായിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് അത്രയും നല്ലതാണ്. ഉപജീവന മാർഗം പോലും അവർക്കില്ല. ഇപ്പോൾ മാസം തോറും കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ പോലും അവർക്ക് ഇപ്പോൾ തൽക്കാലമായിട്ട് മുടങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടും അവരൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഇവർക്ക് കൊടുത്ത് സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മഴക്കാലത്ത് ഭയന്ന് വിറച്ചാണ് ഇവർ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. കടലിരമ്പം കേൾക്കുമ്പോൾ ഭയമാണ്. കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്ന ഈ കടലോരത്ത് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചുവെങ്കിലും ഇവരുടേതായ വിഹിതം അടയ്ക്കുവാൻ പണമില്ലാത്തതുകൊണ്ട്
ആ ഭവനവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. വളരെ പരിതാപകരമായ ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയുടെ ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെടുന്നത്. ഞങ്ങൾ വീട് പോയ സമയത്ത് ഒരുപാട് ഞങ്ങൾക്ക് കിടക്കാൻ ഇടയില്ല. ഷെഡ് അടിച്ച് അവിടെ റോഡിൽ കിടക്കുമായിരുന്നു. ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ വന്നതാണ്. എന്നിട്ട് ഷെഡ് അടിച്ച് കിടന്നിട്ട് എൻ്റെ അച്ചാച്ച അവിടെ കിടന്ന് ഉറങ്ങി. ആ റോഡിൽ കിടന്ന് ഉറങ്ങി. ഞാൻ ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നു. ഈശോയുടെ പ്രാർത്ഥിച്ച് ഞാൻ എപ്പോഴായാലും കൊന്ത പഠിച്ചേ ഇരിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ ഈശോയെ വിളിച്ചേ ഇരിക്കത്തുള്ളൂ. എൻ്റെ മുമ്പിൽ വരും എൻ്റെ ഈശോ. എൻ്റെ കണ്ണി ദർശനം കാണിച്ച് തരുക. അപ്പോൾ 3 പ്രാവ് എൻ്റെ തലയ്ക്ക് മേളെ പറക്കുന്നു. അത് പറക്കുന്നത് എൻ്റെ 2 മക്കൾ അവിടെ വിശന്ന് ജോലിയില്ലാതെ കുരുങ്ങിയിരിക്കുന്നു, ആഹാരം കഴിക്കാതെ. ഈശോർത്ത് പ്രാർത്ഥിച്ചിരുന്ന് 3 സിസ്റ്റർമാർ പിറ്റേന്ന് വന്നോണ്ട് അവൻ എൻ്റെ കാലുയ്യാത്ത മോന് ഒരു കട ഇട്ട് കൊടുത്ത് വീശി. അതുകൊണ്ട് അവർ കഞ്ഞി കുടിച്ച് കിടക്കുന്നു. അതുകൊണ്ട് അവരിന്ന് വരെ വിശന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുതരും. പിന്നെ ഈ കാല് സ്വാധീനമില്ലാത്ത ഒട്ടും നടക്കത്തില്ലായിരുന്നു. ഒരു കമ്പും കൊണ്ട് നടക്കുമായിരുന്നു. അത് കാല് നിലത്ത് ചവിട്ടാനൊക്കത്തില്ലായിരുന്നു. അങ്ങനെ ചവിട്ടാതെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഒരു ദിവസം പള്ളി തൂക്കാൻ പോകുമായിരുന്നു. ഞാൻ തൂത്തോണ്ട് നിന്നപ്പോൾ വന്നോണ്ട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ബുക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല അമ്മച്ചി. ബുക്ക് ഞാൻ എങ്ങനെയാണ് 4-ന്ന് വെച്ചാൽ 5-ലോട്ട് ഞാൻ എങ്ങനെ എല്ലാ പിള്ളേരും ബുക്കും കൊണ്ട് എനിക്ക് പോകാനൊക്കത്തില്ലല്ലോ അമ്മച്ചി. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നീ പ്രാർത്ഥിക്കണം, കൊച്ചു പിള്ളേരെ വിളി ഈശോ കേൾക്കും, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ സന്ധ്യയ്ക്ക് വന്ന് മക്കളെ കൊന്ത പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ വലിയൊരു നിലവിളക്ക് അവിടെ ഇരുന്നു തോപ്പിപ്പള്ളി. അപ്പോൾ അത് കത്തിയിരിക്കുക. ഞാൻ അവിടെ ചെന്നുകൊണ്ട് ഞാൻ ഈശോ എടുത്ത് വെച്ച്, കർത്താവേ എൻ്റെ മോൻ കാല് വയ്യാതെ കാല് സാധിക്കും കുറച്ചെങ്കിലും നടത്തിത്താ ഈശോ. ഞാൻ അവിടുന്ന് എണീറ്റ് അൽത്താരയിൽ ചെന്ന് ആ നിലവിളക്കിൽ നിന്ന് എണ്ണ അടിച്ച് എൻ്റെ മോൻ്റെ കാല് തടവി കൊടുത്ത്. അപ്പോൾ ഒത്തിരി എൻ്റെ മോൻ നടക്കാനുള്ള കൃപ ഒരുക്കി തന്നു. ഞൊണ്ടിയാന്ന് അവൻ, എങ്കിലും നടക്കാൻ ദൈവം കൃപ ഒരുക്കി തന്നു. അങ്ങനെ എൻ്റെ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹം ദൈവം ചെയ്യുന്നുണ്ട്, ഒരുപാട്. കടൽ കയറി വീട് പോയി. ഞങ്ങൾ റോട്ടിലായി. ഒരു ഷെഡ് പോലെ കെട്ടി, റോഡ് സൈഡിലാണ് ഒരു ഷെഡ് പോലെ കെട്ടി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കിടക്കുക. പിള്ളേരെല്ലാം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു. ഞങ്ങൾ ഈ ഷെഡിൻ്റെ വെളിയിൽ തന്നെ ഞങ്ങൾ പിന്നെ ഈ കട്ടിലുണ്ട്, കട്ടിലൊക്കെ ഷെഡിലിട്ടേക്ക് അതിലൊന്നും കിടക്കാൻ പറ്റത്തില്ല. ടാർപ്പ വിരിച്ച് ഒരു പായും വിരിച്ച് തലങ്ങണിയായിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുക. അപ്പോഴിങ്ങനെ വരെയും പോവുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം നോക്കും. ഞങ്ങൾ വരെയും പോവുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം നോക്കി ലാസ്റ്റ് ഈ പള്ളിയിൽ ചോറ് സംബന്ധമായി കൊടുക്കുന്ന മിനിയെന്നും പറഞ്ഞുണ്ട്, XUDP എന്ന് പറയും. അവിടുത്തെ ഒരു കൊച്ച്, നമ്മുടെ സഭയിലുള്ള ആ കൊച്ച് ഇതേ കണക്ക് ഞങ്ങളെ കണ്ടുകൊണ്ട് ഇറങ്ങി കാര്യങ്ങൾ, അയ്യോ നിങ്ങളെ വീട് പോയോ എന്ന് ചോദിച്ച്, ചോറൊന്നും വയ്ക്കാൻ നിവർത്തിയില്ലല്ലേ? ഇല്ല, ചോറൊന്നും ഉണ്ടെങ്കിലും വയ്ക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. അങ്ങനെ അവിടെ നിന്നുടനെ ഞങ്ങൾക്ക് നാളെ മുതൽ 2 പൊതി ചോറ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ഇവിടെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും എന്നിങ്ങനെ പറഞ്ഞ്. എനിക്ക് ശ്വാസം മുട്ടാണ് മെയിനായിട്ടുള്ള രോഗം. പിന്നെ അത് കഴിഞ്ഞ് കൊളസ്ട്രോള്, ഷുഗർ, കാൽ കൈ വേദന. ഒരു കണ്ണിന് 20% ഉള്ളു, ഇടത്തെ കണ്ണിന്. പിന്നെ വലത്തെ കണ്ണിന് 40%. അങ്ങനെ കാഴ്ചയുടെ കുറവുകളും. ചില സമയത്ത് ഇങ്ങനെ ആൾക്കാരുടെ മുഖം തന്നെ തെളിയത്തേ ഇല്ല. നമ്മളിപ്പോൾ വെളിയിലിരിക്കുന്ന ആൾക്കാരും ഇപ്പോൾ ഉണ്ടെന്നറിയാം, പക്ഷെ മുഖം തെളിയത്തില്ല, അതേ രീതിയില്ല. അങ്ങനെയുള്ള രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ലാസ്റ്റ് പണിയൊന്നും ചെയ്യാൻ വയ്യാതെ ഒരു തള്ളുവണ്ടിയിൽ ഞാനിങ്ങനെ ടോയ്സ് കച്ചവടമൊക്കെ ചെയ്യുമായിരുന്നു ബീച്ചിൽ. ഇപ്പം അത് 1 വർഷം കൊണ്ട് ഇവക്ക് സുഖമില്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ അതും പോകാനൊക്കെ ഇതായി. ഇവളെ നോക്കിയിരുന്ന് ഒരുപാട് പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നമുക്കൊരു രീതിയിലും ലാസ്റ്റ് ഇപ്പം പിടിച്ചു നിൽക്കാൻ വയ്യാത്ത രീതിയായി.
എല്ലാവരും ഞങ്ങളെ സഹായിച്ച ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. ഈ വീടും കാര്യങ്ങളും ഒക്കെ ഇതേ രീതിയിൽ വാടക കൊടുത്താലും നല്ല റൂം അല്ല. അത് കണ്ടില്ലേ, എല്ലാം ഇടിഞ്ഞ് രാത്രി പേടിച്ച് കിടക്കുന്നു. ഇപ്പം അപ്പുറത്തോട്ട് താഴെയൊക്കെ ഭയങ്കരമായ പാമ്പ്. ഞങ്ങൾ വന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം കയറി. മുട്ടൻ അണലി കയറി, അങ്ങനെയൊക്കെ പ്രശ്നമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജീവിത രീതിയാണെങ്കിൽ പോലും കറകളഞ്ഞ ദൈവവിശ്വാസത്തിൻ്റെ സാക്ഷികൾ കൂടിയാണ് ഇവർ. ജീവിതത്തിൽ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളെ ദൈവവിശ്വാസത്തിൻ്റെയും അതിൽ നിന്നുളവാകുന്ന ഭക്തിയുടെയും ദൈവാനുഭവങ്ങളുടെയും പിൻബലത്തിൽ പ്രത്യാശാപൂർവം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർ ശ്രമിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇവരെ സഹായിച്ച് ദൈവത്തെ മഹത്വീകരിക്കുവാൻ കിട്ടുന്ന ഈ അവസരത്തെ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ ഉദാരമതികളായ പ്രേക്ഷകർ നഷ്ടപ്പെടുത്തുകയില്ല എന്ന വിശ്വാസത്തോടെ പ്രത്യാശയോടെ സവിനയം ഇവരുടെ അപേക്ഷകൾ നിങ്ങൾ സമക്ഷം സമർപ്പിക്കുന്നു. സസ്നേഹം, ശമരിയൻ. വിശദവിവരങ്ങൾക്ക് ശമരിയാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ലിൻഡോ പുതുപ്പറമ്പിൽ VC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480 2700893. മൊബൈൽ 9744198906. ഗുഡ്നസ് കുടുംബത്തിലെ നല്ലവരായ പ്രിയ പ്രേക്ഷകരെ, ഗുഡ്നസ് ടിവിയിലൂടെ നമ്മൾ സംപ്രേക്ഷണം ചെയ്ത സമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്ത വ്യക്തിയാണ് എൻ്റെ വലത്തുവശത്ത് നിൽക്കുക. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി ഫൊറോന പള്ളിയിൽപ്പെട്ട രത്നഗിരി ഇടവകയിൽ ഉള്ള മുണ്ടയ്ക്കൽ വർക്കി, ഇദ്ദേഹത്തെ നമ്മൾ സമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ടു. ശാരീരികമായ ഒത്തിരിയേറെ രോഗാവസ്ഥകളിലൂടെയാണ് ഈ അപ്പച്ചൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒരു 6-7 വർഷം മുൻപ് പാൻക്രിയാസിന് ഈ അപ്പച്ചന് ബുദ്ധിമുട്ടുകൾ, രോഗത്തിൻ്റെതായ പ്രശ്നങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ അസ്വസ്ഥതകൾ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അതിനിടയിൽ ഹൃദയ സംബന്ധമായ ചില അസ്വസ്ഥതകളും രോഗങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായി. 3 വലിയ ബ്ലോക്കുകൾ ഉണ്ടായി. അപ്പോൾ 2 എണ്ണം അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഒരെണ്ണത്തിനും കൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് ഇരിക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ചികിത്സാപരമായ ചിലവുകൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ആ സമയത്താണ് ഗുഡ്നസ് ടിവിയുടെ ഈ പ്രോഗ്രാമിനെ ബന്ധപ്പെടുവാനും ഇതിലൂടെ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുവാനും ഇദ്ദേഹം കടന്നു വന്നത്. വളരെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രയത്നവും മൂലം ഞങ്ങൾക്ക് കുറച്ച് രൂപ സ്വരൂപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ സമയം ബഹുമാനപ്പെട്ട വർക്കിക്ക് നൽകുകയാണ്. 1,60,60,000 രൂപയാണ് ഞങ്ങൾക്ക് സമാഹരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഈ പ്രോഗ്രാമിൽ സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഈ നിമിഷം ആ തുക ഈ അപ്പച്ചന് ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നൽകുകയാണ്. എല്ലാവരോടും നന്ദിയുടെ ഒരു വാക്കുകൂടെ ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും ഈ അപ്പച്ചൻ്റെ ഈ അവസ്ഥയും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി ഒത്തിരിയേറെ ആളുകൾ തങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളും അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ ഒരു ചെറിയ തുക മാറ്റിവെച്ച് ഈ പ്രോഗ്രാമിലൂടെ ഈ അപ്പച്ചനെ സഹായിക്കാനായിട്ട് തയ്യാറായി. വളരെ പ്രത്യേകമായിട്ട് ഗുഡ്നസ് ടിവിയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദിയും കൃതജ്ഞതയും ഞാൻ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ മുൻപിൽ അർപ്പിക്കുകയാണ്. തുടർന്നും സാമ്പത്തികമായി സഹായിച്ചതിനോടൊപ്പം ഈ അപ്പച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ഇവരുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കണമെന്നും പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയും അനുഗ്രഹവും അപ്പച്ചനും കുടുംബത്തിനും സമൃദ്ധമായിട്ട് ഉണ്ടാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര്
വർക്കി മുണ്ടയ്ക്കൽ. എൻ്റെ ഭാര്യയുടെ പേര് ഏലി മുണ്ടയ്ക്കൽ. കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി പൊറോനപ്പള്ളിയുടെ കീഴിലെ രത്നഗിരി എന്ന് പറയുന്ന പള്ളിയടവക്കാരാണ് ഞങ്ങൾ. വർഷങ്ങളോളമായിട്ട് പാൻക്രിയാസിന് രോഗവും അതോടൊപ്പം എനിക്ക് ഹൃദയത്തിന് രോഗം വന്ന് എൻ്റെ ഭാര്യയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല, അതുപോലെ ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് ഞങ്ങൾ വിഷമതകൾ അറിഞ്ഞ് ഞങ്ങളെ വന്ന് കാണുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്ത് തരികയും ചെയ്ത കുറിച്ച് ടി വിയിൽ എല്ലാവർക്കും അച്ഛനും എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളെ സഹായിക്കാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു.